എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഓടപ്പൂവിൻ്റെ ഐതിഹ്യ സ്പർശനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കൊട്ടിയൂരിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം പ്രസാദങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഓടപ്പൂ പ്രസാദമത്രേ. കൊട്ടിയൂർ തീർത്ഥാടകൻ്റെ മുഖമുദ്രയായി ഓടപ്പൂ അറിയപ്പെടുന്നു. ഐതിഹ്യ കഥയിൽ നിന്നും പ്രതീകാത്മക ഭാവത്തോടെ കടന്നു വന്ന് വൈശാഖ മഹോത്സവത്തിന് ധവള ചാരുത നൽകുന്ന ഓടപ്പൂവിൻ്റെ പിന്നിലെ കഥയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ദക്ഷൻ്റെ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരമേശ്വരൻ സൃഷ്ടിച്ചത് സ്വന്തം ജടമുടി പറിച്ചെടുത്താണെന്നാണല്ലോ വിശ്വാസം. ഈ ജടയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്ന് ചില ഭക്തന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. എന്നാൽ ദക്ഷൻ്റെ ഉപദേഷ്ടാവായ ഭൃഗുമുനിയുടെ നരച്ച താടിയാണ് ഓടപ്പൂ സങ്കല്പമെന്നാണ് പ്രസക്തമായ മറ്റൊരഭിപ്രായം. പ്രജാപതിമാരുടെ സദസ്സിൽ വെച്ച് ദക്ഷൻ ശിവനെ അധിക്ഷേപിച്ചപ്പോൾ ഭൃഗു മഹർഷി താടി തടവി ചിരിച്ചുവത്രേ. ഇനി അഖിലിനോടും അമൃതനോടും നമുക്ക് കുറച്ച് കാര്യം ചോദിക്കാം. ഇത് ഓടപ്പൂ ഉണ്ടാക്കുന്നത് നോക്കുന്ന കേട്ടാ. സ്റ്റിക്കൊക്കെ കുറേ. ഒരു ഓടപ്പൂ ഒന്ന് കാണിച്ചു തരുമോ? എങ്ങനെയാ ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പം പറ്റൂല അല്ലേ? സാറില്ല, ക്ഷീണം പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടുത്തുകാരാ? ഈ നാട്ട് അല്ല, എൻ്റെ ചോദ്യമല്ലേ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഹാപ്പി ബി ഹാപ്പി. എന്താ നിങ്ങളെ പേരെന്താ? അമൃത്. ഇവിടെ എങ്ങനെ കച്ചവടം? ഇത് നിങ്ങൾ പിന്നെ ദേവസ്വത്തിൽ നിന്ന് ഓപ്ഷൻ എടുത്തിട്ടാണോ ചെയ്യുക? ലേലത്തിന് എടുത്തിട്ട് എല്ലാ വർഷവും ഉണ്ടാവും. ഇത് ഒരു പിന്നെ പൂ ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കും? ഡിപ്പെൻസ് അപ്പോൺ സൈസാണോ? ഓരോ ആളുടെ ഇതുപോലെ. ആ, നിങ്ങളെ പേരെന്താ? അഖിൽ. ഓടപ്പൂ ഇവിടുന്ന് ആക്കിയാലേ ആവുള്ളൂന്നാണ് ഐതിഹ്യം അല്ലേ? ഈ സീസൺ ടൈമിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അതെ അല്ലേ? 28 ദിവസം അല്ലാതെ പിന്നീട് നമ്മൾ ഉണ്ടാക്കാൻ. ഓ, അത് ശരി. അതിന് ശേഷം നിങ്ങൾ വേറെ പ്രൊഫഷൻ ചെയ്യും? അത് ശരി. 28 ദിവസം മാത്രമേ ചെയ്യുള്ളൂ. അതെ അല്ലേ? ഇത് നമുക്ക് പൊത്തനെ തന്നെ ഫോറസ്റ്റിൽ പോയിട്ട് ഫോറസ്റ്റുകാരുടെ പെർമിഷൻ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓ, അങ്ങനെയാണല്ലേ? അല്ലാണ്ട് ദേവസ്വത്തിൻ്റെ അടുത്ത് കൺസെന്റ് എടുത്തിട്ടല്ല? കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പാറ്റന്റ് ഉണ്ട്. പാറ്റന്റ് ദേവസ്വത്തിന്? ദേവസ്വം എടുത്തിട്ടുണ്ട് ഓടത്തിൽ. ഇത് ഓട കിട്ടണമെങ്കിൽ നമുക്ക് കാട്ടിക്കണം. അത് ശരി. പക്ഷെ ദേവസ്വത്തിന്റെ ആരും ഓടപ്പൂവിന്റെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, പുറമേ ഉള്ളവരല്ലേ ചെയ്യുന്നുള്ളൂ. പുറമേ ഉള്ളവർക്ക് അവർ കൊടുക്കുകയാണ്. ഓപ്ഷൻ എടുത്തിട്ട് പുറമേ ഉള്ളവർക്ക് പിന്നെ സബ്ബായിട്ട് കൊടുക്കും. ഈ നാട്ടിലുള്ള ചുറ്റോട്ടത്തുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഓ, അങ്ങനെയാണ്. അത് ശരി. ഇതൊരു പ്രത്യേകതരം ചീപ്പിനെ കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? ചീപ്പല്ല, ഇത് നമ്മുടെ മരത്തിന്റെ മുകളിൽ കൊടേന്റെ കമ്പിയില്ലേ, അത് വെച്ചിട്ട് രാഗിയിട്ട് മുറിച്ചാക്കി. ഓ, അങ്ങനെയാ? അങ്ങനെ ചെയ്യും. അത് ശരി. വളരെ ഷാർപ്പായിട്ട് സാധനം ചെയ്തിട്ടില്ലെങ്കിൽ കൈയൊക്കെ മുറിയും. ഓ, അതെയാ? എക്സ്പീരിയൻസ് വേണം. ഈറ്റ ആദ്യം നല്ലപോലെ വെള്ളത്തിലിട്ട് ചതച്ച് എന്നിട്ടൊക്കെയാണ് ചെയ്യുക അല്ലേ? ഓട. ഓടപ്പിള്ളൊക്കെ ഉണ്ടാക്കില്ല, അതിന്റെ പിഞ്ച് സാധനം. അതിന്റെ ഇല ഉണ്ടാവില്ല. അത് ശരി. ഇല ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള പിഞ്ച് സാധനം. ഏറ്റവും ഇളം പ്രായത്തിലുള്ള സാധനം എടുത്തിട്ട് അതിന്റെ പച്ചത്തൊലി ചെത്തി കളയും. അത് ശരി. ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കല്ലിൽ വെച്ച് ചതയ്ക്കും.
അത് ശരി. കല്ലിൽ വെച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം ചതയ്ക്കാൻ കഴിയില്ല. ആ അന്നേരം തന്നെ പൊട്ടിപ്പോകും. അത് ശരി. ആ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇടിച്ചിടിച്ച് താക്കും. ഓ ഓ ഓ ഓ ഇത് ഒരു ദിവസം വെള്ളത്തിലിടും. 3 ദിവസം ഒരു ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് ഇതിന് കറ കളയാണ്. കറ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യും. അത് ശരി. ചീകിയതിന് ശേഷം പുളിപ്പ് കഴിഞ്ഞാൽ മാത്രമേ ആവൂ. നിങ്ങളിവര് ആരെങ്കിലും ആണോ? അതെ അതെ അല്ലേ? എൻ്റെ അനിയനാണ്. ഓ അളിയനാ? ആ ശരി. ആ അനിയൻ. അളിയനാ അല്ലേ? ആ ശരി. ഏതായാലും സന്തോഷം. ഒരു ഓടപ്പം ഒന്നിങ്ങനെ കാണിക്കാൻ പറ്റും ആക്കിയിട്ടാ ഇങ്ങനെ. ഇതാക്കി കാണിച്ചു ഉടപ്പ് ചെയ്യും കഴിഞ്ഞു. ശരി ഉടപ്പ് അറിയാം. താങ്ക് യു അമൃത്. താങ്ക് യു സോ മച്ച്. ഭൃഗുവിനോടുള്ള വിരോധം മൂലം ദക്ഷയാഗത്തിന് വിഘ്നം വരുത്തുന്ന വേളയിൽ ശിവഭൂതങ്ങൾ ഭൃഗുവിൻ്റെ താടി പറിച്ചെടുക്കുകയുണ്ടായി എന്നൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യ കഥയിലെ പാഠഭേദങ്ങൾ എന്തുതന്നെ ആയാലും നിറഞ്ഞു നിൽക്കുന്ന ശൈവ സാന്നിധ്യമാണ് ഓടപ്പു ഭക്തർക്ക് പകർന്നു നൽകുന്നത്. കൊട്ടിയൂർ തീർത്ഥാടനം നടത്തി എന്നതിനുള്ള പ്രകടമായ ചിഹ്നം കൂടിയാണ് ഓടപ്പു. ഭക്ത ഗൃഹങ്ങളുടെ പൂമുഖത്തും പൂജാമുറിയിലും ഓടപ്പു തൂക്കിയിടുന്നു. വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനവിനായി ഓടപ്പു ചാർത്താറുണ്ട്. അടുത്ത വർഷം പുതിയ ഓടപ്പു കൊണ്ടുവന്നതിന് ശേഷമേ മുൻവർഷത്തെ ഓടപ്പു മാറ്റാവൂ എന്നാണ് ചിട്ട. പഴയ ഓടപ്പു തീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്യുന്നതാണ് ഉചിതം. അലക്ഷ്യമായി ഉപേക്ഷിക്കാൻ പാടില്ല തന്നെ. സമീപകാലത്ത് ഓടപ്പുവിന് ദേശസൂചികാ പദവി ലഭിക്കുകയുണ്ടായി. സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഈ വിശിഷ്ട വസ്തു ഭവനങ്ങളുടെ മുമ്പിലും പൂജാമുറിയിലും വാഹനങ്ങളിലും എന്നുവേണ്ട വ്യാപാര സ്ഥാപനങ്ങളിലും കതിർക്കുല പോലെ തൂക്കിയിടുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു. ക്ഷേത്ര പരിസരത്തുള്ള സ്റ്റാളുകളിൽ നിന്നും വിവിധ അളവുകളിലുള്ള ഓടപ്പൂകൾ യഥേഷ്ടം വാങ്ങാൻ കിട്ടുന്നതാണ്. ആടിയ നെയ്യ്, അപ്പം, അഷ്ടബന്ധം, കളഭം എന്നിവയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭക്തർക്ക് ലഭിക്കുന്ന മറ്റ് പ്രസാദങ്ങൾ. എല്ലാവർക്കും മഹേശ്വരൻ്റെയും അമ്മാറക്കൽ അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.